കല്യാണം കഴിക്കാത്തെ? നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമായില്ലല്ലോ. ഭർത്താവ്, കുട്ടികൾ, കുടുംബം, അതിനൊക്കെ ഒരു ഭാഗ്യം വേണം. ഒരു കണക്കിന് മീരയ്ക്കും എന്റെ അവസ്ഥയാ. മീരച്ചി എന്തൊന്നും പറയാത്തെ? ഞാനെന്ത് പറയാനാ, വരുന്നത് അനുഭവിക്കല്ലാതെ. ജാനു, ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുക. വീട്ടിൽ പോയിരുന്നു, അവിടെ ആരുമില്ല. എന്താ ഹരി? കാവിലെ നിറപുത്തിരിക്ക് വേണ്ട അരി പൊടിക്കണം. നീയും കമലേട്ടത്തും കൂടെ ആ കാര്യം ഏറ്റെടുക്കണം. അതിനെന്താ, ഞാൻ ചെയ്തോളാം. എന്നാ പറഞ്ഞ പോലെ. നീ എന്താ അവനെ കണ്ട് മാറിയേ? ഒന്നുമില്ല. ട്യൂഷൻ കഴിഞ്ഞപ്പോ സന്ധ്യയായി. ആ, നടക്ക്. മീരെ, നീ എന്താ ഇങ്ങനെ എല്ലാവരും ഇന്ന് അകന്ന്? പെൺകുട്ടികളായ കുറച്ച് പ്രസരിപ്പൊക്കെ വേണം. പ്രശ്നങ്ങൾ അതെല്ലാവർക്കും ഉണ്ട്. വെറുതെ മുഷിഞ്ഞിരിക്കാതെ ആ നേരത്ത് വല്ല പുസ്തകങ്ങളും വായിച്ചാൽ മനസ്സ് ശാന്തമാകും. ശാന്തമായ മനസ്സിലെ നല്ല ചിന്തകളുണ്ടാവും. ഞാൻ ഇത്രയും പറഞ്ഞത് നീ എന്നെ ഒരു അന്യനായി കാണുന്നില്ലെന്ന് വിചാരിച്ചിട്ടാ. ആ പാവ ശാരദേച്ചിയുടെ എല്ലാ പ്രതീക്ഷയും നീയാ, അത് മറക്കണ്ട. കുമാരേട്ടാ, എന്താ? 2 പഴംപൊരി. ആർക്കാ ഇപ്പൊ പഴംപൊരി? അത് പഴംപൊരി ഇല്ലേ, പകരം റിസ്ക് മതിയോ? അവൾക്ക് കുറച്ച് റിസ്ക് എടുത്ത് കൊടുത്തേ. മീരെ, നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. എന്നാലും ഞാൻ എത്ര കൊതിച്ചാണെന്നറിയോ ഉണ്ണിയേട്ടന് ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടാൻ. ഞാൻ അനുഭവിച്ച മാനസിക പീഡനത്തിന് ഒരതിരുമില്ലായിരുന്നു ഇതുവരെ. ഇപ്പോ കുളിർമഴ പെയ്ത പോലെ മനസ്സ് ശാന്തമായിരിക്കുന്നു. മീരെ, ഈ കടൽ പോലെയാണ് മനസ്സ്. തീരത്തണയാനുള്ള ഓളങ്ങളുടെ വെമ്പൽ പോലെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളെ തേടി അലഞ്ഞുകൊണ്ടേയിരിക്കും മനസ്സ്. ഏതായാലും എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. ഞാനിപ്പോ ഭാഗ്യവതിയാണ്. ഭാഗ്യം എനിക്കാണ്. നിന്നെപ്പോലൊരു പെണ്ണിനെ എനിക്ക് കിട്ടിയില്ലേ? വേണ്ട വേണ്ട, ഇതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. ഏയ്, ഓടരുത്, നിൽക്കാൻ ഓടരുത്. വേണ്ട വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ട. എന്താ ഇത്? നല്ല ആളാ. നീ എന്താ കല്യാണത്തിന് വരാഞ്ഞേ? എനിക്ക് ശരിക്കും വിഷമമായി. നിന്നെപ്പറ്റി ഞാൻ ഇങ്ങനെയല്ല കരുതിയെ. അത് പിന്നെ ആദ്യം നിന്റെ ഈ അപകർഷതാ ബോധം കളയണം. പിന്നെ ഈ ഒളിച്ചോട്ടം, അതൊന്നിനും പരിഹാരമല്ല. ഹരിയേട്ടാ, ഞാൻ എന്റെ മനസ്സിൽ നല്ല ഓർമ്മകൾക്ക് സ്ഥാനം കൊടുക്കാവൂ. എപ്പോഴും ഇങ്ങനെ സ്വപ്നം കണ്ട് നടക്കാതെ നീ ജീവിക്കാൻ പഠിക്കണം.